എൻ്റെ ചിരി കേട്ട് ആരും പേടിക്കണ്ട കേട്ടോ. ഇങ്ങനെ കളിച്ചിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഞങ്ങൾ ടൈം നോക്കിയത്. അപ്പൻ്റെടാ അവൻ അശ്വിൻ്റെ ഡ്യൂട്ടിക്ക് പോകാൻ സമയമായിരിക്കണോ. പിന്നെ ചാടി പടഞ്ഞ് എണീറ്റ് അവന് കൊണ്ടുപോകാനുള്ള മീൽ ഉണ്ടാക്കായിരുന്നു. ഞാനൊരു ചിക്കനും വെജിറ്റബിളും കുറച്ച് സോസൊക്കെ ഒഴിച്ചൊരു റാപ്പ് സെറ്റാക്കി. അത് കഴിഞ്ഞപ്പോഴേക്കും ഡിഷ് വാഷർ ഒന്ന് എംപ്റ്റി ചെയ്യാൻ വിചാരിച്ചു. പിന്നെ കുറച്ച് പാത്രങ്ങൾ ലോഡ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോഴേക്കും അശ്വിന് പോകണ സമയമായിട്ടാ. പിന്നെ ഞങ്ങൾ ടാറ്റ പറഞ്ഞു. അപ്പൂസിനാണെങ്കിൽ പുറത്ത് നോക്കി നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഫുൾ ടൈം ഇത് തന്നെ പരിപാടി. അപ്പോഴേക്കും അവന് പുറത്ത് പോകാനായിട്ടൊരു മൂഡായി. അങ്ങനെ ഞങ്ങൾ റെഡി ഇറങ്ങിയപ്പോഴാണ് ഓർത്തത് സ്ട്രോളർ അപ്പയുടെ വണ്ടിയിൽ പെട്ടുപോയെന്ന്. പിന്നെ സാരില്ല നടക്കാമെന്ന് വിചാരിച്ച് ഞാൻ അവനെ എടുത്ത് നടക്കാൻ ഇറങ്ങി. ഞങ്ങളങ്ങനെ അകലേക്കൊന്നും പോയില്ല കേട്ടോ. ഞങ്ങളുടെ ആ കമ്മ്യൂണിറ്റിയിൽ തന്നെ നടന്നു. അപ്പൂസിന് ഭയങ്കര ക്യൂരിയോസിറ്റി ആട്ടോ. ഇപ്പോൾ എല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഇപ്പോൾ അതേ പൂ കണ്ടിട്ട് എന്തോ വലിയ സംഭവം എന്നുള്ള പോലെ അവൻ നോക്കണേ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. അവന് ഫുഡ് കൊടുത്ത് ഡ്രസ്സൊക്കെ മാറി. അപ്പോഴേക്കും അവന് ബെഡ് ടൈം ആയിട്ടാണ്. പിന്നെ അവനെ ഞാൻ കുറച്ച് പാലൊക്കെ കൊടുത്ത് ഉറക്കി കിടത്തി. പിന്നെ ഞാൻ താഴേക്ക് വന്നു. എനിക്ക് കുറച്ച് പണികളുണ്ടായിരുന്നു. ലോഞ്ചൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ടു. പിന്നെ കിച്ചണിൽ വന്ന് അവൻ്റെ ബോട്ടിലൊക്കെ കഴുകാണ്ടായിരുന്നു, സ്റ്റെറിലൈസ് ചെയ്യാണ്ടായിരുന്നു. പിന്നെ രാത്രിക്കുള്ള പാലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഡിഷ് വാഷറൊക്കെ ഒന്ന് ഓണാക്കി. അപ്പോഴാണ് എനിക്ക് ചെറുതായിട്ട് വിശന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ മാംഗോ പാഷൻ ഫ്രൂട്ട് മീലിരിക്കണു. അതാരാണോ മേടിച്ചത്, ആശു മേടിച്ചാൽ തോന്നുന്നുണ്ട്. പിന്നെ അതെടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോഴാണ് എൻ്റെ മീ ടൈം കേട്ടോ. അവനൊക്കെ ഒന്ന് ഉറക്കി കിടത്തി കുറച്ചൊരു ടി വി കാണുന്നതാണ് എൻ്റെ മീ ടൈം. ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സീരീസ് അത് കണ്ടിരുന്നു. മാംഗോ ഒക്കെ കഴിച്ചു. പിന്നെ വിചാരിച്ചു കിടക്കാനും പോവാം. അങ്ങനെ എല്ലാം എടുത്ത് മുകളിലോട്ട് നടന്നു. പിന്നെന്താ അപ്പോഴേക്കും അപ്പൂസ് 2 ഉറക്കം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആശു എന്തായാലും വരെ ലേറ്റ് ആവും. അപ്പോൾ എന്തായാലും ഞങ്ങൾ കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ശരി എന്നാൽ.